സമുദ്രത്തിനുള്ളിലൂടെ നടന്നു ചെന്നെത്തുന്ന ക്ഷേത്രം, ഭക്തർക്കായി വകഞ്ഞുമാറി വഴിയൊരുക്കുന്ന മഹാസാഗരം, അറബിക്കടൽ ജലധാര നടത്തുന്ന ശിവലിംഗങ്ങൾ, ഇങ്ങനെ ഒരുപിടി പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. ധാരാളം കഥകൾ ഉറങ്ങുന്ന ഈ ക്ഷേത്രം സന്ദർശകർക്കെല്ലാം അത്ഭുതമാണ്. ഇങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഗുജറാത്തിലെ ഭാവ്നഗറിൽ നിന്നും 28 കിലോമീറ്റർ അകലെ കൊയിലെ ബീച്ചിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം. കടലിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശിവനാണ് പ്രതിഷ്ഠ. ഇന്ത്യയിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രം. ഭക്തർക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാനായി കടൽ വഴിമാറി കൊടുക്കുമെന്നതാണ് അതിശയിപ്പിക്കുന്ന ഒന്ന്. ഉച്ചയോടെ സമുദ്രത്തിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങും. ആ സമയം മുതൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാം. രാത്രി 10 മണിവരെ ജലനിരപ്പ് താഴ്ന്നു തന്നെയായിരിക്കും. സ്വയംഭൂവായ 5 ശിവലിംഗങ്ങൾ ഒരു ചതുരത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഓരോന്നിനും അഭിമുഖമായി നന്ദി പ്രതിമയുമുണ്ട്. വേലിയേറ്റ സമയത്ത് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഈ ക്ഷേത്രം വേലിയിറക്ക സമയത്ത് വീണ്ടും പ്രത്യക്ഷമാകുന്നു. ഉയർന്നു നിൽക്കുന്ന കൊടിമരം മാത്രമാണ് അങ്ങനെയൊരു ക്ഷേത്രം അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. അറബിക്കടലിലെ ജലത്താൽ അഭിഷേകം നടത്തുന്ന മഹാദേവനാണ് ഇവിടെ ഉള്ളതെന്നാണ് വിശ്വാസം. എത്രയൊക്കെ വെള്ളം കയറിയിട്ടും നശിച്ചു പോകാതിരിക്കുന്ന ഈ നിർമ്മിതിയുടെ വാസ്തുവിദ്യ ആധുനിക എഞ്ചിനീയർമാർക്ക് പോലും പിടികിട്ടാത്ത രഹസ്യമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം നോക്കാം. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പഞ്ചപാണ്ഡവരാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. കൗരവരെ വധിച്ച ശേഷം പശ്ചാത്താപവിവശരായി അവർ കൃഷ്ണനെ സമീപിച്ചു. കൃഷ്ണൻ അവർക്ക് ഒരു കറുത്ത പതാകയും കറുത്ത പശുവിനെയും കൊടുത്ത ശേഷം ഇങ്ങനെ പറഞ്ഞത്രേ: ഇവ രണ്ടും വെളുപ്പായി തീരുന്ന കാലത്ത് നിങ്ങളുടെ പാപങ്ങൾ തീരും. പാപപരിഹാരത്തിനായി ശിവനെ ഭജിക്കാനും കൃഷ്ണൻ അവരോട് ആവശ്യപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പശുവിന്റെയും കൊടിയുടെയും നിറം മാറിയില്ല. ഒടുവിൽ കൊയിലെ ബീച്ചിലെത്തി ചെയ്ത പാപങ്ങൾക്കെല്ലാം മാപ്പപേക്ഷിച്ച് ശിവനെ ഭജിച്ചപ്പോൾ അവ വെളുത്ത നിറമായി മാറിയത്രേ. പാണ്ഡവർക്ക് മേൽ പ്രസാദിച്ച ശിവൻ ഓരോ സഹോദരനും ഓരോന്നെന്ന കണക്കിൽ 5 ലിംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ. പാണ്ഡവരെ കളങ്കരഹിതമാക്കിയ ഇടമായതിനാലാണ് ക്ഷേത്രത്തിന് നിഷ്കളങ്ക് എന്ന പേര് കിട്ടിയത്. ഇന്ത്യൻ കലണ്ടർ അനുസരിച്ച് ശ്രാവണ മാസത്തിലെ അമാവാസി രാത്രിയിൽ ബദർവി എന്നറിയപ്പെടുന്ന പ്രശസ്തമായ മേള അരങ്ങേറാറുണ്ട് ഇവിടെ. ഭാവ്നഗറിലെ മഹാരാജാക്കന്മാർ ചേർന്ന് പതാക ഉയർത്തിക്കൊണ്ടാണ് ക്ഷേത്രോത്സവം ആരംഭിക്കുന്നത്. വേലിയേറ്റ സമയത്ത് കരയിൽ നിന്ന് നഗ്നപാതരായി നടന്നാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുക. പാണ്ഡവർ കുളം എന്നറിയപ്പെടുന്ന കുളത്തിൽ കയ്യും കാലും കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുക. വർഷത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ക്ഷേത്രം സന്ദർശിക്കാമെങ്കിലും സമുദ്രത്തിലെ ജലനിരപ്പ് താഴ്ന്ന സമയം നോക്കി ചെന്നാൽ മാത്രമേ കടലിലൂടെ നടന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കൂ.